ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഡിഷും കൊണ്ടാണ് വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അയല മീൻ പൊള്ളിച്ചത് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അയല മസാല തേച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുക. പിന്നെ 2 അയല ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്, ഇങ്ങനത്തെ ഒന്ന്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അങ്ങനെ നമ്മൾ അയലക്കുട്ടനെ നമ്മൾ കിടത്തിയിട്ട് മസാല എങ്ങനെ പുരട്ടി കൊടുക്കുന്നു. ഇനി നമ്മളതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ഇതാവണ്ട, ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടിയാൽ മതി. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഉള്ളി, അതിൻ്റെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് സെറ്റാക്കുകയാണ്. നല്ലോണം വാടണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടാൽ വാടുമെന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. നല്ലോണം വാടി മുരിഞ്ഞ് വരും. ഏകദേശം വാടിയിട്ടുണ്ട്. നമ്മളതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി തക്കാളി ഒന്ന് ചീഞ്ഞ മാതിരി ആയാൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ മസാല ഇട്ടത് വീഡിയോ ഒന്നും പോയി. നമ്മൾ മസാലകളൊക്കെ ഇട്ട് സെറ്റാക്കി. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങൻ്റെ നീര്, കുറച്ച് മതി കേട്ടോ. പക്ഷെ നാരങ്ങൻ്റെ നീര് ഏകദേശം 1 സ്പൂൺ ഒഴിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒഴിച്ച് നല്ല കണ്ടാൽ തന്നെ വായന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇതാക്കി നല്ലോണം സെറ്റാക്കി അതവിടെ അടച്ച് മാറ്റിയേക്കാം. നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവാം. അതവിടെ മൂടി വെച്ചിട്ട് നമ്മളൊരു വായൻ്റെ ഇല ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് വാട്ടിയെടുത്ത് എന്നിട്ട് അതിലേക്ക് ഈ മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് വായന്നിങ്ങനെ വെള്ളം വരുന്നുണ്ട്. അടിഭാഗത്ത് കുറച്ച് മസാല വെക്കുക. എന്നിട്ട് അത് അയില എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി മസാല തേച്ച് പിടിപ്പിച്ച് വേണേൽ നമുക്ക് കറിവേപ്പിലൊക്കെ ഇടാം കേട്ടോ. ഞങ്ങളോട് കറിവേപ്പില ഇടാൻ മറന്നുപോയി. ഞാൻ ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ഇട്ടതാ കേട്ടോ. അങ്ങനെ കറിവേപ്പിലയൊക്കെ ഇട്ട് 4 ഭാഗത്തുനിന്നും വെച്ച് കെട്ടും. കാണുമ്പോഴേ എന്താ പറയുക, ഒരു നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ ഒരു റൈഫാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് എല്ലാത്തിലും ആക്കി കൊടുത്ത് എന്നിട്ട് തീ സ്ലോയിലാക്കിയിട്ട് അതിൽ ഇത് വെക്കുക. എന്നിട്ട് ഒരു 8-9 മിനിറ്റ് വരെ ഇത് മൂടി വെച്ചിട്ട് നമ്മൾ ഇതാക്കുക. ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിടുക. അങ്ങനെ 2 ഭാഗം അങ്ങനെ ചെയ്യുക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നല്ല ചൂടുണ്ട് ഗൈസ്. അപ്പോൾ തിരക്ക് പിടിച്ച് അത് ആയതിൻ്റെ ശേഷം വേഗം എടുത്തതാണ്. ചൂടുണ്ട് എൻ്റെ പൊന്നോ. എന്താണെന്നറിയില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കിയപ്പോൾ അതിൻ്റേതായൊരു ഫീല്. നല്ല ചൂടുണ്ട് കേട്ടോ. ആക്രാന്തം കൊണ്ടാണെന്നറിയില്ല, വേഗം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്യാനൊരു ആകാംക്ഷ. അങ്ങനെ ഒരു കണക്കിനൊരു സൈഡിൽ നിന്ന് കുറച്ച് പൊട്ടിച്ച് എൻ്റെ പൊന്നോ വായിൽ കപ്പലോടിപ്പോയി. കുറച്ചുകൂടി മസാല ആക്കായിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.